നമസ്കാരം. നമസ്തേ. ഇപ്പോൾ ഹൈക്കോടതി ജസ്റ്റിസ് ബെച്ചു കുര്യൻ ഒരു ഉത്തരവിലൂടെ സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ നിന്ന് മോഷ്ടിച്ച സ്വകാര്യ വ്യക്തികളുടെ വ്യക്തിപരമായ വിവരങ്ങൾ ഉപയോഗിച്ച് സർക്കാരിന്റെ നേട്ടങ്ങൾ ഉള്ള സന്ദേശങ്ങൾ അയക്കുന്നത് തടഞ്ഞുകൊണ്ട് ഉത്തരവായിരിക്കുകയാണ്. അതേപോലെ ഈ ഗവൺമെന്റ് ജീവനക്കാർക്കടക്കമാണ് ആദ്യം തുടക്കത്തിൽ തന്നെ ഈ സന്ദേശം കിട്ടിയിട്ടുള്ളത്. ഇത് സ്വകാര്യതയുടെ ലംഘനമാണെന്നും അതേപോലെ ഡിജിറ്റൽ വ്യക്തിപര സുരക്ഷാ നിയമത്തിന്റെ ലംഘനമാണെന്നും കാണിച്ചുകൊണ്ടാണ് അപ്പോൾ ഹൈക്കോടതി ഇങ്ങനെ തടഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അങ്ങേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രചാരണ സന്ദേശങ്ങൾ സ്പാർക്ക് പോർട്ടലിൽ നിന്നുമുള്ള ഡേറ്റ ദുരുപയോഗം തടയണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി പോയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ. അവിടെയാണ് ഈ വിമർശനം വന്നിരിക്കുന്നത്. സന്ദേശങ്ങൾ അയച്ചത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന് കോടതി പറയുന്നു. ഔദ്യോഗിക കാര്യങ്ങൾക്കല്ലാതെ ഡേറ്റ ഉപയോഗിക്കരുത്. കൂടുതൽ സന്ദേശങ്ങൾ അയക്കുന്ന കോടതി വിലക്കി. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സർക്കാർ അനുവദിച്ച ആനുകൂല്യങ്ങൾ ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി സർക്കാർ ജീവനക്കാർക്ക് അയച്ച സന്ദേശമാണ് വിവാദമായത്. സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ് കേട്ടോ. എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ വ്യക്തി വിവരങ്ങൾ ശേഖരിച്ചത് അതിന് മാത്രമേ ആ വിവരങ്ങൾ ഉപയോഗിക്കാവൂ എന്ന് നേരത്തെ കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നും ഉത്തരവ് കോടതി എന്ന് പറഞ്ഞു. അപ്പം കോടതി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഈ വ്യക്തിപരമായ വിവരങ്ങൾ ലഭിച്ചു? ഇത് പേഴ്സണൽ റൈറ്റ്സിന്റെ വയലേഷൻ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. തുടർന്ന് കോടതി കേരള സർക്കാർ നോട്ടീസ് അയച്ചു. എത്ര മെസ്സേജുകൾ അയച്ചെന്നും ആർക്കൊക്കെ അയച്ചു എന്നതും വ്യക്തമാക്കാൻ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഈ മെസ്സേജുകൾ അയക്കില്ല എന്ന് സർക്കാർ രേഖാമൂലം ഉറപ്പ് കൊടുക്കാനും പറഞ്ഞു. ഇപ്പോൾ അതിനകത്ത് ഉയരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. എന്താണ് ഈ പേഴ്സണൽ റൈറ്റ്സിന്റെ വയലേഷൻ? പേഴ്സണൽ റൈറ്റ്സിന്റെ വയലേഷൻ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്, ജഡ്ജി ബെച്ചു കുര്യൻ. എന്താണത്? അതെന്താന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്കോ മൗലിക അവകാശങ്ങളിലേക്കോ ഡിഗ്നിറ്റിയോ അവരുടെ ശാരീരികമോ മാനസികമോ ആയ സത്യസന്ധതയിലേക്ക് ചോദ്യം ചെയ്യുന്ന രീതിയിലോ ഉള്ള കടന്നുകയറ്റമാണ് വയലേഷൻ ഓഫ് പേഴ്സണൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ലംഘനം നടന്നത് ഡേറ്റ ബിസിനസ് സ്റ്റേറ്റോ അല്ലെങ്കിൽ ബിസിനസ് ഹൗസുകളോ ആകാം ഈ ഡേറ്റ ഇങ്ങനെ എടുത്തത് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നടന്നത് ലംഘനമാണ്. ഇത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ലംഘനമാണ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം 1978 മനേകാഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി അതുപോലെ നമ്മൾ റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള അവകാശം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ 1978 മനേകാഗാന്ധി കേസിലാണ് സുപ്രീം കോടതി ആ ആർട്ടിക്കിൾ 21 കുറെ കൂടെ ഒരു വൈഡർ സ്കോപ്പ് കൊടുക്കുന്നത്. അപ്പൊ കോടതി പറയുന്നത് അങ്ങനെയാണ്, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി അണ്ടർ ആർട്ടിക്കിൾ 21 is not limited to mere animal existence, but includes the right to live with dignity. Right to privacy എന്നത് ഒരാളുടെ ഡിഗ്നിറ്റിയുടെ ഭാഗമാണ്. അതാണ് റൈറ്റ്. ഇപ്പം നമ്മളൊരു പക്ഷെ ഈ ഒരു മനേകാഗാന്ധിയുടെ വിധി വന്നില്ലായിരുന്നെങ്കിൽ ഈ റൈറ്റ് ടു ഡിഗ്നിറ്റി എന്നൊക്കെ നമുക്ക് പറയുന്നത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്. റൈറ്റ് ടു ലൈഫ് എന്ന രീതിയിൽ മാത്രമായത് ചുരുങ്ങിയിരുന്നു. അപ്പൊ കോടതി ആ ഭരണഘടനയിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് ഒരു ആത്മാവുണ്ടെങ്കിൽ ആ ആത്മാവാണ് ആർട്ടിക്കിൾ 21. റൈറ്റ് ടു ലൈഫിൽ നിന്നാണ് ബാക്കിയൊക്കെ ഉണ്ടാകുന്നത്. സോ ഇറ്റ്സ് ദ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ വെരി എസെൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിന്റെ എക്സ്പാൻഷൻസോ അതിനെക്കുറിച്ചോ ആണ് ബാക്കി എല്ലാം. അപ്പൊ അതിനെ ഒരു വൈഡർ സ്കോപ്പ് കൊടുത്തിരിക്കുകയാണ്. റൈറ്റ് ടു ലൈഫ് ഈസ് ടു റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി. അതിനകത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യത ഉൾപ്പെടുന്നു പറയുന്നുണ്ട്. ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഇതൊരു ചെറിയ ഡേറ്റ എടുത്ത് കുറെ ആൾക്കാർക്ക് അയച്ചു എന്നുള്ളതല്ല. എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആയിരിക്കുന്ന മുഖ്യമന്ത്രി ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രിയേഷൻ. കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിരിക്കുന്ന ഒരു പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരാള് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 വയലേറ്റ് ചെയ്തു. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഡേറ്റയുടെ മാത്രമല്ല, ഞാൻ അങ്ങനെയല്ല കാണുന്നത്. ഇനി ഈ വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് എങ്ങനെ ലഭിച്ചു എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ വിവരങ്ങൾ കിട്ടിയത് സ്പാർക്കിൽ നിന്നാണ്. സ്പാർക്ക് എന്ന് വെച്ചാൽ സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് റെപ്പോസിറ്ററി, അതാണ് സ്പാർക്ക്. കേരള സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച വിവരശേഖര സംവിധാനമാണ് സ്പാർക്ക്. അതിൽ കേരള സർക്കാരിലെ ജീവനക്കാരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് കേട്ടുള്ളത്. സർക്കാർ ജീവനക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ മുഴുവൻ സർക്കാരിൻ്റെതാണെന്നും സർക്കാർ എന്നാൽ പിണറായി വിജയനാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ്
കരുതുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് ലഭിച്ച്. അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കേസ് പരിഗണിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യന് കേരളത്തിലെ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് അറിയില്ല എന്ന് തോന്നുന്നു. ട്രംപിനെ കണ്ടില്ലേ, എല്ലാ സ്ഥാപനങ്ങളെയും നോക്കുകുത്തിയാക്കി ഭ്രാന്ത് പിടിച്ച കുരങ്ങൻ ചാരായം കുടിച്ചാൽ കാണിക്കുന്നത് പോലെയൊക്കെ കാണിക്കുന്നത്. അതുപോലെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കാരണം ഒരു നിയമവും പുള്ളിക്ക് ബാധകമല്ല, പിണറായി വിജയനും ബാധകമല്ല. പിണറായി വിജയന്റെ പാർട്ടി പിണറായി വിജയൻ എന്ത് ചെയ്താലും ചോദ്യം ചെയ്യുന്നില്ല. പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ആളുകൾ പിണറായി വിജയൻ ചോദ്യം ചെയ്യുന്നില്ല. അപ്പം പുള്ളി കരുതുന്നത് എന്താണ് അബ്സല്യൂട്ട് പവർ. അത് എനിക്ക് ഒരു ഇന്ത്യൻ എക്സ്പ്രസ് പണ്ടൊരു കാർട്ടൂൺ വന്നാണ് ഓർമ്മ വരുന്നത്. ഒ വിജയന്റെ കാർട്ടൂൺ ആയിരുന്നു എന്ന് തോന്നുന്നു. അതായത് പവറിനെ കുറിച്ചാണ് പറയണത്. ഒരു ഫേമസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പവർ കറപ്റ്റ്സ്, ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി. എനിക്ക് തോന്നുന്നു തോമസ് ലോക്കിന്റെ ഒരു കൊട്ടേഷൻ ആണെന്ന് തോന്നുന്നത്. പവർ കറപ്റ്റ്സ്, ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി. അതിനെ അവർ മാറ്റിയിട്ട് കൊടുത്തിരിക്കുന്നത് പവർ കറപ്റ്റ്സ്, ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി. അതുപോലെയാണ് ഇവിടെ പിണറായി വിജയന്റെ കാര്യം. ദർ ഇസ് നോബഡി ടു ക്വസ്റ്റ്യൻ ഹിം. ഒരു കോടതി എങ്കിലും ചോദിച്ചത് നന്നായല്ലോ. ഇനി മെസ്സേജ് നമ്മൾ ഇതിനകത്ത് വേറെ ചില ചോദ്യങ്ങൾ നമുക്ക് വളരെ രസകരമായിട്ട് തോന്നും. ഇനി മെസ്സേജ് അയക്കില്ല എന്ന് സർക്കാർ കോടതിക്ക് ഉറപ്പ് കൊടുത്തത് എന്തിനാണ്? ചെയ്തത് നിയമപരമായി ശരിയായിരുന്നെങ്കിൽ ഞങ്ങൾ ഇനിയും അങ്ങനെ മെസ്സേജ് അയക്കുമെന്നായിരുന്നില്ലേ കോടതിയോട് പറയേണ്ടിരുന്നത്? കോടതി ഒരു ചോദ്യം ചോദിച്ചാൽ ഉടനെ തങ്ങളുടെ കർത്തവ്യം നിർത്തിവെക്കണോ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ്? ഇനി നിർത്തിവെക്കുന്നതാണ് ശരിയെന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ മെസ്സേജ് അയച്ചത് തെറ്റല്ലേ? തെറ്റ് അത് ആവർത്തിക്കാതിരുന്നതുകൊണ്ട് മാത്രം പരിഹാരമാകുമോ? ഒരു തെറ്റ് ചെയ്തിട്ട് ഇനി തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആ ചെയ്ത തെറ്റിന് എന്താണ്? ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ അല്ലേ? ഞാൻ മോഷ്ടിച്ചു, എന്നെ പിടിച്ചു, നാളെ തൊട്ട് ഞാൻ മോഷ്ടിക്കില്ല എന്ന് പറഞ്ഞാൽ നീ ഇന്നലെ ചെയ്ത തെറ്റ് അതാണ് ഇമ്പോർട്ടന്റ്, നാളത്തെ അല്ല. ഇത് തെറ്റായിരുന്നെങ്കിൽ, അത് തെറ്റാണെന്ന് അറിയാമായിരുന്നെങ്കിൽ ആരുടെ ഉത്തരവ് പ്രകാരമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെ പ്രവർത്തിച്ചത്? മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണോ? അത് പറയണം. അതോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ചെയ്താണോ? അപ്പോഴാണ് നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണെന്ന് നോക്കേണ്ടത്. 20 അംഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആരൊക്കെ നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസിലെ ഒന്ന് എ പ്രദീപ് കുമാർ, മുൻ കോഴിക്കോട് MLA ആയിരുന്ന ആള്, പുള്ളിയാണ് പ്രൈവറ്റ് സെക്രട്ടറി. പിന്നെ KM എബ്രഹാം, മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു ആളാണ്. ഈ ഗവൺമെന്റിന്റെ ഏത് ഗവൺമെന്റും എപ്പോ വന്നാലും ഇതുപോലുള്ള ചില റിട്ടയർഡ് അവതാരങ്ങൾ എപ്പോഴും കാണും. ഒരു KM എബ്രഹാം കാണും, ഒരു ജയകുമാർ കാണും. ഇവരെല്ലാം ഏത് ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി വരുമ്പം സെക്രട്ടേറിയറ്റിലെ പ്യൂണിന് വരെ ചിലപ്പോൾ സ്ഥലം മാറ്റം വരാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പക്ഷേ ഇതുപോലുള്ള ചില മനുഷ്യരുണ്ട്. ഈ മനുഷ്യർ ഏത് ഗവൺമെന്റ് വന്നാലും അവർക്ക് സ്വീകാര്യരാണ്. അതായത് ആ ഗവൺമെന്റിന് വേണ്ട എന്ത് കാര്യവും ചെയ്തു കൊടുക്കാനുള്ള ബ്യൂറോക്രാറ്റിക് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള ഒരു കഴിവോ അല്ലെങ്കിൽ എന്താ അത് പറയാൻ, വാട്ട് എവർ ഇറ്റ് മേ ബി, ആ വൈദഗ്ധ്യമോ ഒക്കെ ഉള്ള ചില അവതാരങ്ങളുണ്ട്. ചില മുൻ ചീഫ് സെക്രട്ടറിമാര്, ചില IAS. അങ്ങനെ ഒരാളാണ് KM എബ്രഹാം. പിന്നെ P ശശി, പൊളിറ്റിക്കൽ സെക്രട്ടറി. പിന്നെ ശ്രീറാം സാംബശിവറാവു എന്ന IAS കാരനാണ്, ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി. KK രവീന്ദ്രനാഥ് ഒരാളുണ്ട്, ഈസ് എ സീനിയർ ലീഗൽ കൗൺസിൽ. അപ്പൊ വെറും രാഷ്ട്രീയക്കാരല്ല, ഒരു സീനിയർ ലീഗൽ കൗൺസിൽ ഉണ്ട്, നിയമം അറിയേണ്ട ഒരാൾ. ഇനി പ്രഭാവർമ്മ, പഴയ ദേശായ്മയിലെ മീഡിയ സെക്രട്ടറിയാണ്. PM മനോജ് ദേശായ്മയിലെ പ്രസ് സെക്രട്ടറിയാണ്. ഇങ്ങനെ തുടങ്ങി 20ഓളം പേരാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ്. ഇവരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. സ്പാർക്കിന്റെ ഡേറ്റ ഉപയോഗിച്ച് സർക്കാർ ജീവനക്കാർക്ക് മെസ്സേജ് അയച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആണെങ്കിൽ 20 പേർക്കും കൂട്ടുത്തരവാദിത്തമാണോ അതോ P ശശിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നവർ മാത്രമാണോ ബാക്കി 19 പേരും? നമുക്കറിഞ്ഞൂടാ. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരുന്ന ഏത് കാര്യം മുഖ്യമന്ത്രി അറിയണമെന്നില്ല എന്ന് മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഈ മുഖ്യമന്ത്രിയല്ല, നേരത്തെ ഇരുന്ന ഉമ്മൻചാണ്ടി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സരിത കയറി ഇറങ്ങി നടന്നത് മുഖ്യമന്ത്രിക്ക് അറിയില്ല. ഇപ്പൊ എല്ലാ മുഖ്യമന്ത്രിയുടെ അടുത്തൊക്കെ പറയും, മനസ്സിലായി. അതുകൊണ്ട് ഇതൊരു പുതുമയൊന്നുമല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണ് ഉത്തരവാദിത്തമെങ്കിൽ അതിലാര്? ഇനി എന്ത് സന്ദേശങ്ങളാണ് അയച്ചത്? അത് നമുക്ക് വളരെ രസകരമാണ്. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് സർക്കാർ നൽകിയ ആനുകൂല്യങ്ങളെ കുറിച്ചോ, സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യമാണ് നൽകിയതെങ്കിൽ അത് ഉടൻ പിൻവലിക്കണം. തൊഴിലാളി വർഗ പാർട്ടിയുടെ ഭരണ നേതൃത്വം തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടത് അവരുടെ അവകാശമാണ്, ആനുകൂല്യങ്ങളല്ല. ആനുകൂല്യങ്ങൾ പ്രീണിപ്പിക്കാനുള്ള ലളിതമായ ടെക്നിക്കാണ്. സർക്കാർ ജീവനക്കാരെ പ്രീണിപ്പിക്കാൻ സർക്കാരിന് ആരധികാരം കൊടുത്തു? ഇതിനുള്ള പണം പൊതുഖജനാവിൽ നിന്നല്ലേ കൊടുത്തത്?
അപ്പോൾ ആ കാര്യം ആദ്യം ബോധിപ്പിക്കേണ്ടത് പൊതുജനത്തെയല്ലേ. ഉം, ഉം. ആനുകൂല്യങ്ങൾക്കൊപ്പം നേട്ടങ്ങളും എണ്ണി പറയുന്നുണ്ടോ സന്ദേശത്തിൽ? അറിയില്ല. ഇത് എന്തൊക്കെയാണ് നേട്ടങ്ങൾ നമുക്കൊന്ന് വെറുതെ ഒന്ന് നോക്കാം. കഴിഞ്ഞ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ നേട്ടങ്ങൾ നമ്മൾ പറയാതെ പോയിക്കൂടാ. ഉം. എന്തൊക്കെയാണ്? ബിരിയാണി ചെമ്പിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ബിരിയാണി അല്ലാത്ത മറ്റെന്തോ കടത്തി മുഖ്യമന്ത്രിയുടെ വീടും കുടുംബവും ഏതൊരു തൊഴിലാളിക്കും അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ആ നിലയിലേക്ക് മാറ്റിയതാണോ? അതിനെക്കുറിച്ചാണോ സന്ദേശം? അതോ നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച ബസ് മ്യൂസിയമാക്കി മാറ്റി അത് കാണാൻ വരുന്ന കോടിക്കണക്കിന് വിദേശ ടൂറിസ്റ്റുകളെ കുറിച്ചാണോ സന്ദേശം? കിഫ്ബി എന്ന 11ാമത്തെ അവതാരത്തിനെ പോറ്റി വളർത്തുന്നതിനെ കുറിച്ചാണോ? 10ാമത്തെ അവതാരം കൽക്കി അവതരിച്ചിട്ടില്ല എന്നാണ് പറയണേ. പക്ഷെ 11ാമത്തെ അവതാരം അവതരിച്ചു. അതാണ് കിഫ്ബി. ഇനി ചെയ്യാത്ത ജോലിക്ക് ആർഭാടമായ കൂലി വീണ തൈക്കണ്ടിക്ക് കൊടുത്തതിലൂടെ മുതലാളിയായ കരിമണൽ കർത്തയും തൊഴിലാളിയായ വീണ തൈക്കണ്ടിയും തമ്മിലുള്ള സൗഹാർദ്ദപരമായ തൊഴിൽ അന്തരീക്ഷ സൃഷ്ടിയെക്കുറിച്ചാണോ സന്ദേശം? കാട്ടുമൃഗങ്ങൾക്ക് നാട്ടിൽ കയറി മനുഷ്യരെ കൊന്നു തിന്നാനുള്ള അവകാശം കൊടുത്തതിനെ കുറിച്ചാണോ സന്ദേശം? കോവിഡ് മരണത്തെക്കുറിച്ച് കള്ളക്കണക്കാണ് നൽകിയത് എന്ന് വ്യക്തമായതോടെ പുതിയതായി 28,000 പേരുടെ മരണവിവരം കൂടി പുറത്താക്കി തെറ്റുതിരുത്തിയ മാനവികതയെക്കുറിച്ചാണോ സന്ദേശം? പൊതുകടം 2014 1.62 ലക്ഷം കോടി രൂപയിൽ നിന്ന് 4.82 ലക്ഷം. ആദ്യത്തെ 2014 1.62, അതിപ്പം 4.82 ലക്ഷമാക്കി ഉയർത്തിയ മികച്ച സാമ്പത്തിക മാനേജ്മെന്റിനെ കുറിച്ചാണോ? മാസങ്ങളോളം സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്ത ആശാപ്രവർത്തകരുടെ നേർക്ക് നിരന്തരമായ അപമാന ശരങ്ങൾ ചൊരിഞ്ഞതിനെ കുറിച്ചാണോ? തൃശൂർ പൂരം ADGP ഉപയോഗിച്ച് കലക്കി BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കളമൊരുക്കി കൊടുത്തതിനെ കുറിച്ചാണോ? ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചതിൽ ചെറുതും വലുതുമായ ധാരാളം തൊഴിലാളി വർഗ നേതാക്കൾ ഉണ്ടായതിനെ കുറിച്ചാണോ? മതം മയക്കുമരുന്നാണെന്ന കാൾ മാർക്സിന്റെ തിരുവചനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തൊഴിലാളി വർഗ നേതൃത്വം പ്രവർത്തിച്ചതിനെ കുറിച്ചാണോ? കാരണം മതപരമായ കാര്യത്തിനെ കുറിച്ച് എതിർത്താണ് അവർ ചെയ്യുന്നത്. മതത്തിനെ തകർക്കാൻ വേണ്ടി. മതം ഒരു മയക്കുമരുന്നാണ്. അതിന്റെ പ്രതീകമായ ക്ഷേത്രങ്ങളിലുള്ള സ്വർണങ്ങൾ എല്ലാം അതൊന്നും അതിന്റെ ആവശ്യമില്ല, മയക്കുമരുന്നിന്റെ ഭാഗമാണ്. ചെറിയ കത്രികയും പഞ്ഞിയുമൊക്കെ തുന്നിക്കെട്ടിയ വയറിനുള്ളിൽ നിക്ഷേപിച്ചിട്ട് പാവപ്പെട്ട മനുഷ്യരുടെ ആസ്തി വർദ്ധിപ്പിക്കാൻ സർക്കാർ ഡോക്ടർമാർ നടത്തുന്ന നിസ്തുലമായ പ്രവർത്തനങ്ങളെ കുറിച്ചാണോ? അഴിമതി മന്ത്രിമാരുടെ മൗലിക അവകാശമാണെന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ എഴുതി ചേർത്തതിനെ കുറിച്ചാണോ? അമേരിക്കൻ പ്രസിഡന്റിന്റെ എസ്കോർട്ടിന് 40 കാറുള്ളപ്പോൾ കേരള മുഖ്യമന്ത്രിയുടെ എസ്കോർട്ടിന് 41 കാറുള്ളതിനെ കുറിച്ചാണോ? സ്വന്തമായി മിന്നൽ മാജിക് മദ്യമുണ്ടാക്കിയതിനെ കുറിച്ചാണോ? എന്തിനെ കുറിച്ചായാലും അത് എഴുതി അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം. സർക്കാർ ചെയ്തത് ജനങ്ങളെ അറിയിക്കാൻ സർക്കാർ വേണമെന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഭരണപരമായ പരാജയം. കാരണം ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്, അതും ജനങ്ങളുടെ പണം മുടക്കി ചെയ്തതിനെക്കുറിച്ച് ഭരണ നേതൃത്വം വീമ്പിളക്കേണ്ട കാര്യമുണ്ടോ? ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടല്ലോ. നേട്ടങ്ങളെക്കുറിച്ചും കോട്ടങ്ങളെക്കുറിച്ചും ജനങ്ങൾ നേരിട്ട് വിലയിരുത്തിക്കൊള്ളും തെരഞ്ഞെടുപ്പിൽ. അതിനൊരു ഓർമ്മപ്പെടുത്തലിന്റെ ആവശ്യമുണ്ടോ? പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നാണ്. ചെയ്തതൊക്കെ നിയമപരമായി തെറ്റാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ തെറ്റിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി ഏറ്റെടുക്കുമോ? അതോ ദുബായിൽ നിന്നുള്ള സ്വർണ്ണക്കള്ളക്കടത്തിൽ എന്ന പോലെ അത് ചില ഉദ്യോഗസ്ഥരെ മാത്രം ഒതുങ്ങുമോ? ഇത് ആർട്ടിക്കിൾ 21 വയലേഷനാണ് നടന്നിരിക്കുന്നത്.